ഗുരുവായൂരമ്പല നടയിൽ ചൈനീലെ ഗായിക ഉർവശി എന്നൊരു മാളവിക. പത്മതീർത്ഥമേ ഉണരൂ മാനസ പത്മതീർത്ഥമേ ഉണരൂ. ഉണരൂ പെരിയാറേ പെരിയാറേ. അപ്പൊ അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇതിന്റെ സംഗീത ശില്പിയുടെ കൂടെ ഞാൻ വയലിൻ വായിക്കുക, അസിസ്റ്റന്റ് ആവും, കണ്ടക്ടർ ആവും എന്നല്ല. പക്ഷെ അത് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല. ഈ ബോംബെ ഇൻഡസ്ട്രി വളരെ വലുതാണ്, എന്നാലും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കിത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല എന്ന് രണ്ട് കൈയും കൂപ്പിക്കൊണ്ടാണ് ദേവരാജൻ ജി എന്ന് പറയുന്നത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. റീ റെക്കോർഡിങ്ങിന്റെ ഒരു ഓർഡർ കൊണ്ടുവന്നത്, ആൽഫബറ്റിക് ഓർഡറിൽ കൊണ്ടുവന്നത് ദേവരാജൻ മാസ്റ്ററാണ്. അവിടുത്തെ ഓണം സ്പെഷ്യലാണ് ദേവരാജൻ മാസ്റ്ററുടെ വീട്ടിലെ ഓണം. അത് മ്യൂസീഷ്യൻസിനെല്ലാം, മദ്രാസിലെ മ്യൂസീഷ്യൻസിന് ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. അത് ശോകമാണെങ്കിൽ ആ മുഖത്ത് ശോകം പിന്നെയും അറിയും, ശൃംഗാരമാണെങ്കിൽ ശൃംഗാരം, ഇനി ഫൈറ്റ് മ്യൂസിക് ആണെങ്കിൽ അതുപോലെയുള്ള എല്ലാ എക്സ്പ്രഷനും അതിൽ വരും. കേരളത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്നു, ഏത് ഭൂപ്രകൃതി, അത് മലയാണോ കുന്നാണോ വയലാണോ നദിയാണോ, ഇതൊക്കെ നോക്കി കഥയുടെ ഏത് ഭാഗത്ത് ഏത് ക്യാരക്ടർ പാടുന്നു, ഇതിനൊക്കെ നോക്കിയിട്ട് ഒരു ട്യൂൺ ഇടുകയുള്ളൂ. ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാർ പറയുകയുണ്ടായി, ദേവരാജൻ മാസ്റ്റർ ഇസ് ദ ഫൈനൽ വേർഡ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. 1975 ജോൺസൺ, ഔസേപ്പച്ചൻ എന്നിവരെല്ലാം കേരളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് സംഗീതത്തിന്റെ ഒരു വലിയ ലോകത്തിലേക്കാണ് അവരെ കയറ്റിവിട്ടത്. ഒരു സാധാരണ വയലിനിസ്റ്റായി എനിക്ക് അർഹിക്കുന്നതിലും കൂടുതൽ സ്ഥാനമാണ് മാസ്റ്റർ വഴി എനിക്ക് വന്നു ചേർന്നത്. എൻ്റെ മക്കളെയും കൊണ്ട് ചെറുപ്പത്തില് മാസ്റ്ററുടെ വീട്ടിൽ ചെല്ലാൻ നേരത്ത് എൻ്റെ വൈഫ് പറയും, ദേവരാജൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ. കുറച്ചു സമയം കേട്ടിരുന്നിട്ട് മാസ്റ്റർ പറഞ്ഞു, മാസ്റ്റർ അല്ല അപ്പൂപ്പൻ, അപ്പൂപ്പൻ എന്ന് വേണം വിളിക്കാനായിട്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടുതൽ അടുപ്പിക്കുന്നതായിട്ട് തോന്നി. How honest and a very pure human being that he was. Be honest to your craft and help those around them. And I don't think anyone exemplified that better than him. Hello. In today's episode of the interview series about Devaraja Master, I'll be interviewing Sri Sebastian, a prominent violinist in the Indian film industry for more than 40 years. He has not only been a front row violinist for many, many prominent composers such as Devaraja Master, Johnson Master, Ilayaraja Sir, A.R. Rahman Sir, and additionally M.J. Chandan Sir, but he was also the chief conductor of Devaraja Master for several films as well, and shared a deeply personal and musical relationship with the maestro. Namaskaram, sir. Namaskaram. Hi, Navneet. Your name is very popular among the musicians and the music lovers. Your deep knowledge, especially in Carnatic music, and analyzing the everlasting old Malayalam songs are highly impressed in social media. Thank you for giving me an opportunity to participate in your new venture about Devarajan Master. Wish you all success. Thank you so much, sir. To start off the interview, when did you meet Devaraja Master for the first time, and how did that first interaction go exactly? ആക്ച്വലി 1979 ഞാൻ ചെന്നൈയിലേക്ക്, അതായത് അന്നത്തെ മദ്രാസിലേക്ക് വണ്ടി കയറുന്നത്. സിനിമയിൽ വായിക്കണമെന്നുള്ള അതിയായ മോഹം അത് കുറെ നാളായി എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നവംബർ 28 ചെന്നൈയിലെത്തി. 29 ദേവരാജ മാസ്റ്റർ പോയി കാണുകയുണ്ടായി. റെക്കോർഡിങ്ങിന് പങ്കെടുക്കണം എന്നുള്ള അതിയായ മോഹം മാത്രമുണ്ട്. ഇതെന്റെ അറിവില്ലായ്മയാണോ വിപതി ധൈര്യമാണോ എന്ന് പറയാൻ പറ്റില്ല. വിപതി പറഞ്ഞു കഴിഞ്ഞാല് അറിവില്ലായ്മ കൊണ്ട് ഒരു ധൈര്യം വരും.
അതാണോ എന്നറിയില്ല. ഞാൻ ദേവരാജ മാസ്റ്റർ അടുത്ത് 29-ാം തീയതി തന്നെ 1979 നവംബർ 29-ാം തീയതി തന്നെ ദേവരാജ മാഷിന്റെ കാംദാർ നഗറിലുള്ള വീട്ടിൽ പോയി കാണാനിടയായി. In Madras. In Madras. ഇന്നത്തെ മദ്രാസ് ആണ്. സാധാരണ ദേവരാജ മാസ്റ്റർ ദൂരെ നിന്ന് തന്നെ പലരെയും മനസ്സിലാക്കിക്കൊണ്ട് ഗേറ്റിന് പുറത്ത് വെച്ച് തന്നെ തിരിച്ചു വിടുകയാണ് പതിവ്. അന്ന് എന്റെ ഭാഗ്യത്തിന് എന്തോ മാസ്റ്റർ അകത്തേക്ക് വരാൻ പറഞ്ഞു. ഇതിനിടക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ മദ്രാസിൽ പോരുന്ന അന്ന് കാലത്ത് എന്റെ ഗുരുവായ റെക്സ് മാസ്റ്ററെ പോയി കണ്ട് ബൈ പറയാനും അനുഗ്രഹം വാങ്ങിക്കാനും ചെന്നു. അപ്പൊ റെക്സ് മാസ്റ്റർ ചോദിച്ചു, എന്താ തന്റെ ഐഡിയ? പറഞ്ഞു, ഇന്ന ദേവരാജ മാസ്റ്റർ അല്ലല്ല, എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, എനിക്ക് റെക്കോർഡിങ്ങിന് പ്ലേ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ റെക്സ് മാസ്റ്ററാണ് പറഞ്ഞത്, താൻ ദേവരാജ മാസ്റ്ററെ പോയി കാണും, അതായിരിക്കും എളുപ്പ വഴി. കാരണം ദേവരാജ മാസ്റ്ററാണ് അവിടുത്തെ ഏറ്റവും പവർഫുൾ. എന്നാൽ ആ വഴി അത്ര എളുപ്പവുമല്ല, കാശ് തരില്ലെന്ന് പറയും, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കും, മാധുരി ചേച്ചിയുടെ ഗാനമേളൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് വായിക്കണം എന്നും പറയും. താൻ ഇതെല്ലാം സമ്മതിച്ചേക്കും. അങ്ങനെ ദേവരാജ മാസ്റ്റർ കണ്ട് ആവശ്യം പറഞ്ഞു. ആദ്യത്തെ ചോദ്യം, ആരുടെ അടുത്താ പഠിച്ചത്? എനിക്ക് പറയാനായിട്ടുള്ള നല്ലൊരു ബ്രാൻഡ് നെയിം ഉണ്ടായിരുന്നു, റെക്സ് ഐസക്സ്. എവിടെയെല്ലാം പ്ലേ ചെയ്ത് വായിക്കുന്നുണ്ടോ ഗാനമേളൊക്കെ എന്തെങ്കിലും? ഞാൻ പറഞ്ഞു, CAC നിന്നുള്ളൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ട്, അതായത് കലാഭവനിൽ നിന്ന് പിരിഞ്ഞു വന്ന ഗ്രൂപ്പ്. അപ്പൊ കലാഭവനെ കുറിച്ച് മാസ്റ്റർ കേട്ടിട്ടുണ്ട്, അറിയാം. പിന്നെ ജയചന്ദ്രൻ, സുജാത എന്നിവരുടെ ഗാനമേളകൾക്ക് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. റെക്കോർഡിങ്ങിന് 2 കൊല്ലത്തേക്ക് ഞാൻ കാശൊന്നും തരില്ല, ഇംപ്രൂവ്മെന്റ് ഉണ്ടാന്ന് നോക്കും. That was his agreement. That was his deal. മാധുരി ചേച്ചിയുടെ ഗാനമേളകൾക്ക് ഫ്രീ ആയിട്ട് വായിക്കണം. റെക്സ് മാസ്റ്റർ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ പറയുന്നു. എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് എങ്ങനെയെങ്കിലും റെക്കോർഡിങ്ങിന് പ്ലേ എന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ. ആദ്യത്തെ റെക്കോർഡിങ്ങിന് മുമ്പ് ഗുരുവായൂരില് മാധുരി ചേച്ചിയുടെ ഒരു സംഗീത നിശയ്ക്ക് പങ്കെടുക്കുവാൻ അവസരം ഉണ്ടായി. ആക്ച്വലി അത് ഒരു അനുഗ്രഹമായെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം വോയിസ് ഓഫ് ട്രിച്ചൂരിൽ വെച്ചായിരുന്നു അതിൻ്റെ ഗാനമേളയുടെ റിഹേഴ്സൽ. ചെന്ന ഉടനെ എല്ലാവരോടും ഒരു പാട്ടിൻ്റെ ഒരു 8 ബാർ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറഞ്ഞു. ഞാനും എല്ലാവരും എഴുതി. പ്ലേ ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും വായിച്ചു. ചിലരെല്ലാം ഇടക്ക് വിട്ടു. എന്റെ ഭാഗ്യത്തിന് അവസാനം വരെ എനിക്ക് വായിക്കാൻ പറ്റിയുള്ളൂ. അപ്പൊ മാസ്റ്റർ ഒരു കമന്റും പാസ്സാക്കി, സൈറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അറ്റം വരെ പോണം. പിന്നെ അന്നത്തെ പാട്ടുകളിൽ എനിക്കൊരുവിധം ഗാനമേളകൾക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബൈഹാർട്ടായി. സോ എനിക്ക് ചെറിയ തോതിൽ മറ്റുള്ള വയലിനിസ്റ്റുമാരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. ചെറിയ ഫിംഗറിങ് അല്ലെങ്കിൽ ബോയിങ് പൊസിഷൻസ്. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പുറയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇടക്ക് പറയുകയും ചെയ്തു, ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ അറിയാം അവന്റെ ക്യാരക്ടർ. ഇങ്ങനെ എല്ലാത്തിനും എനിക്ക് ടിക് 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 അല്ലെങ്കിൽ A+A+ വീണുകൊണ്ടിരിക്കുകയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. So that's how your first meeting went, I guess. So he had made that initial agreement with you in that sense that you had to do this and this if you wanted to be a permanent fixture of his orchestra, which I mean that's what led you into his orchestra. And then how did you progress from being a violinist in his violin section to being the chief conductor during his recordings, and how was that experience like? First, I started with playing violin. അതിൽ 1980 ജനുവരി 3-ാം തീയതിയാണ് ആദ്യത്തെ റെക്കോർഡിംഗ് എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. AVM C കോംപ്ലക്സിൽ
സി എന്നുള്ള റെക്കോർഡിംഗ് തിയേറ്ററിലാണ് ആദ്യത്തെ The first recording. ഫസ്റ്റ് റെക്കോർഡിംഗ്. അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. ചോര ചുവന്ന ചോര എന്ന പടത്തിന്റെ റീ റെക്കോർഡിംഗ് എന്നും പറയും. അത് 3 ദിവസം ഏകദേശം ഉണ്ടാവും ഒരു റീ റെക്കോർഡിംഗ്. സാധാരണ ഒരു ആവറേജ് ചിത്രം 3 ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാകും. കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ. ആദ്യത്തെ ദിവസം 9 മണിക്ക് രാത്രി പാക്ക് ചെയ്തതിന് ശേഷം മാസ്റ്ററിന്റെ ഇൻഫോമറും ലീഡ് തബലിസ്റ്റും ആയിട്ടുള്ള ബാബുറാവ് നാളെ എല്ലാവർക്കും 9 to 9 ജനറലായിട്ട് അനൗൺസ് ചെയ്തു. അപ്പൊ ഞാൻ വയലിൻ പാക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടന്നപ്പോ പുറകിൽ നിന്ന് സ്റ്റുഡിയോ ബോയ് വന്ന് വിളിച്ചു, ഇതേ ബാബുറാവ് വിളിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഉള്ളിലൊരു ഭയവും നിരാശയും തോന്നി, ഇനി നാളെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ. ഞാൻ ചെന്ന ഉടനെ ബാബുറാവ് കുറച്ച് പൈസ എടുത്ത് തന്നിട്ട് മാസ്റ്റർ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിശയിച്ചു, 2 കൊല്ലത്തേക്ക് തരില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ ഇപ്പോഴും വലിയ വലിയ വയലിനിസ്റ്റുമാർക്ക് 6 മാസം 1 കൊല്ലമൊന്നും പേയ്മെന്റ് കൊടുക്കാണ്ടാണ് വായിപ്പിച്ചുകൊണ്ട്. എനിക്കന്ന് സാധാരണ ഒരു വയലിനിസ്റ്റ് കൊടുക്കുന്നതിലും കൂടുതൽ പേയ്മെന്റ് എനിക്ക് തന്നു. ഇതെനിക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് കയറി പറ്റാനായിട്ട് വളരെ എളുപ്പമായി. That was a huge help for you. Yes. Definitely. എന്റെ ടാലന്റ് എന്താണോ, എന്റെ കഴിവ് എന്താണോ അതിന് വളരെയധികം മേലെയായിരുന്നു എന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ. Okay. And so that helped you progress to being a conductor in the future for Devaraja Master. Yes. And how was so being involved in the industry as a violinist, right? So you've seen obviously you've had a deeply personal musical relationship with Master. What in your opinion makes Devaraja Master different from his contemporaries at that point or even later? What makes him unique? ഇതിനിടക്ക് വേറൊന്നുകൂടി പറഞ്ഞോട്ടെ. Yeah, definitely. Absolutely. അർജുനൻ മാസ്റ്റർ, A.T. ഉമ്മർക്ക, ജോൺസൺ എന്നിവരെല്ലാം മാസ്റ്റർ വിളിച്ചു പറഞ്ഞു, നാട്ടിൽ നിന്നൊരു പയ്യൻ വന്നിട്ടുണ്ട്, വിളിച്ചു വായിപ്പിച്ചോളൂ, പൈസയും കൊടുത്തോളൂ. അങ്ങനെ എനിക്കൊരു റെക്കമെൻഡേഷനും കിട്ടി. ഇതിനിടെ ഒരു കുറച്ച് വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും, ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മാസ്റ്ററിന്റെ പാട്ടുകൾ അടങ്ങുന്ന ഒരു 5-6 കാസറ്റ്സും ഒരു ടേപ്പ് റെക്കോർഡറും എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ പാട്ടുകളെല്ലാം ഫുൾ സ്കോർ എഴുതുക. അപ്പൊ ഏകദേശം 120 സോങ്സ് ഉണ്ട്. ബോംബെ, പൂന എന്നിവിടങ്ങളിൽ ദേവരാജൻ മാസ്റ്റർ, യേശുദാസ്, മാധുരി എന്നിവരുടെ സോങ്സ് അടങ്ങുന്ന ഒരു ഗാനമേള നടത്താൻ വേണ്ടിയായിരുന്നു. ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് വന്ന് ഏകദേശം 2 മണി വരെ അല്ലെങ്കിൽ രാത്രി 3 മണി വരെ കുറെ പാട്ട് എഴുതി, കുറച്ചു നേരം കിടന്നുറങ്ങി, അടുത്ത ദിവസം വീണ്ടും റെക്കോർഡിങ് പോകും. ഇങ്ങനെ കുറെ ദിവസങ്ങൾ കൊണ്ട് ആ പാട്ടുകളെല്ലാം എഴുതി തീർത്തു. ഇത്രയും പാട്ടുകൾ എഴുതി തീർത്ത് മാസ്റ്ററിന്റെ കമ്പോസിംഗ് റൂമിൽ പോയി നോക്കിയാൽ ഈ പാട്ടുകളുടെ എല്ലാം ഫുൾ സ്കോർ അവിടെ ഉണ്ട്. അത് ജോൺസൺ എഴുതിയത്, മണിയണ്ണ, ഗുണ്ടുമണി എണ്ണ എഴുതിയ സ്കോർ ഫുൾ അവിടെ ഉണ്ട്. ഇതെല്ലാം എൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അങ്ങനെ ആ 3 മാസത്തിനുള്ളിൽ മാസ്റ്ററിന്റെ ഓർക്കസ്ട്രയുടെ ലീഡർഷിപ്പ് എന്നിലേക്ക് വന്നു ചേർന്നു. ഇതും ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് എനിക്ക് ഇൻഡസ്ട്രിയിൽ കയറി പറ്റാൻ സാധിച്ചത്. Absolutely, yeah, no, that was a very big leap, like you said. So that proved extremely helpful for you to establish yourself as a musician in the industry, you say, right? കണ്ടക്ടർ ആയത് പറയാം. അതേ വർഷം തന്നെ ജൂലൈയിലാണ് എനിക്ക് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരം മാഷ് തന്നു. അത് മഞ്ഞില്ലാസിന്റെ ഒരു മൂവി ആയിരുന്നു ആ റീ റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ തന്നെ തലേ ദിവസം മാസ്റ്ററുടെ കൂടെ സ്റ്റുഡിയോയിൽ പോയി, പ്രിവ്യൂ തിയേറ്ററിൽ പോയിട്ട് ഫുൾ പിക്ചർ ഇട്ട് കാണും. അപ്പോൾ അതിന് എവിടെയെല്ലാം മ്യൂസിക് വേണം എന്ന് മാർക്ക് ചെയ്യാനായിട്ട് മാർക്കറോട് പറയും.
ഇതിൻ്റെ എല്ലാം ടൈമിങ്ങും സീക്വൻസും എഴുതി ഫുൾ എടുക്കണം. എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്തെ 6 മണിക്ക് മാസ്റ്ററിന്റെ വീട്ടിൽ ചെന്നാൽ ഒരു 5 റീല് കമ്പോസ് ചെയ്ത് എന്നെ ഏൽപ്പിക്കും. 9 മണിക്ക് സ്റ്റുഡിയോയിൽ മ്യൂസീഷ്യൻസ് എത്തിയിരിക്കും. അവർക്ക് പോയി എല്ലാ നൊട്ടേഷൻസും പറഞ്ഞു കൊടുത്തൊരു 11 മണിയാകുമ്പോൾ ദേവരാജ് മാസ്റ്റർ എത്തും. മ്യൂസിക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് ഒരു 1 മണിയോടെ ഒരു റീല് തീർക്കും. അടുത്തത് ബ്രേക്കാണ് 1 to 2. പിന്നെ 2 മുതലൊരു 4 മണിക്കുള്ളിൽ അടുത്ത റീല് തീരും. പിന്നെ 6 മണിക്ക് 9 മണിയാകുമ്പോഴത്തേക്കും 4 or 5 റീല് തീർന്നിരിക്കും. അങ്ങനെ 3 ദിവസം കൊണ്ടാണ് ഒരു റീ റെക്കോർഡിങ് തീർക്കുന്നത് സാധാരണയായി. ഇനി സോങ് റെക്കോർഡിംഗ് ആണെങ്കിൽ തലേ ദിവസം തന്നെ മാസ്റ്ററുടെ വീട്ടിൽ പോയി സോങ്സ് സ്കോർ എഴുതുന്നു. അത് ഞാൻ വീട്ടിൽ വന്ന് ഫെയർ കോപ്പി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം റെഡി ആകണം. ആ ഫെയർ കോപ്പിയുടെ ചില കോപ്പീസ് ഞാൻ നവനീതിന് അയച്ചു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? Thank you so much for that, by the way. Priceless, but yeah, thank you. അത് കാലത്ത് 7 മണിക്ക് സ്റ്റുഡിയോയിൽ പോയി മ്യൂസീഷ്യൻസിനാണ് നൊട്ടേഷൻസ് പറഞ്ഞു കൊടുത്തത്. ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ഒരു ഫുൾ റൺ ത്രൂ നോക്കും സോങ്സ്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, പല്ലവി, സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്. 8:30 മുതൽ 9 മണി വരെ മ്യൂസീഷ്യൻസിന് ടീ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെതായിട്ടുള്ള ബ്രേക്ക് കൊടുക്കും. 9 മണിയാകുമ്പോൾ ദേവരാജൻ മാസ്റ്റർ വന്ന് ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് മുതലും നോക്കും. നോക്കിയിട്ട് അതിൽ വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തി. പിന്നെ പല്ലവിയിൽ ആ തബലയുടെ ഋതത്തിൻ്റെ പാറ്റേൺ ഫിക്സ് ചെയ്ത് പെർക്കഷൻസ് എല്ലാം ഫിക്സ് ചെയ്ത് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകും. അതിൽ മെലഡി വായിക്കുന്നവർക്ക് ആ രാഗത്തിലെ സഞ്ചാരം, ആ രാഗത്തിൽ വേണ്ട ടച്ചസ്, സംഗതികളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ചരണം, പല്ലവി എല്ലാം തീർത്തു കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോഴത്തേക്കും പാട്ടുകാരെത്തും. അതായത് യേശുദാസ്, ജയചന്ദ്രൻ, അല്ലെങ്കിൽ അന്ന് പാടേണ്ട സുശീലാമ്മ, മാധുര്യമ്മ. പിന്നെ അവർക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഈ സമയത്ത് മ്യൂസീഷ്യൻസിന് ഒരു ചെറിയ ബ്രേക്ക് കിട്ടും, ഒരു ചായ കുടിക്കാനും മറ്റുമായിട്ട്. അരമണിക്കൂർ കൊണ്ട് അവരെ പഠിപ്പിച്ച് തീർക്കും. അപ്പൊ ദേവരാജ് മാസ്റ്റർ ഒരു പ്രത്യേകതയുണ്ട്. ആരായാലും എൻ്റെ ഫ്രണ്ടിലിരുന്ന് പഠിക്കണം, എൻ്റെ മുഖത്ത് നോക്കി പഠിക്കണം. കാരണം ആ പാട്ടിന്റെ ഭാവം മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ മുഖത്ത് നിന്ന്, അത് ശോകമാണെങ്കിൽ ആ മുഖത്ത് ശോകം മിന്നി മറിയും, ശൃംഗാരമാണെങ്കിൽ ശൃംഗാരം, ഇനി ഫൈറ്റ് മ്യൂസിക് ആണെങ്കിൽ അതുപോലെയുള്ള എല്ലാ എക്സ്പ്രഷനും അതിൽ വരും. അങ്ങനെ ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും ഫുൾ സോങ്സ് ഒന്നുകൂടി വിത്ത് ഓർക്കസ്ട്ര നോക്കിക്കഴിഞ്ഞ് 12 മണിയിൽ റെക്കോർഡിങ് തുടങ്ങിയാൽ ഒരു 12:30-1 മണിക്കുള്ളിൽ ഒരു പാട്ട് തീരും. ഇതാണ് യൂഷ്വൽ പ്രൊസീജിയർ. അതേപോലെ ഉച്ചക്കും 2 മണി മുതൽ 9 മണി വരെ വേറൊരു പാട്ടും ഇങ്ങനെ എടുക്കും. ഇതാണ് യൂഷ്വലായിട്ട് നടക്കുന്ന സോങ് റെക്കോർഡിങ്ങിന്റെ മെത്തേഡ്. Okay, so that's how Devaraja Master, that's how he worked essentially, is what you're describing. And then apart from your musical experience with him, with the maestro, how did your further interactions on a personal level go with him? Because of course you first saw him as a musician, but then that relationship evolved outside of music. So how did that go? പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് ഇവിടെ ധാരാളം മ്യൂസീഷ്യൻസ് ഉണ്ട്, ധാരാളം വയലിനിസ്റ്റുമാരുണ്ട്. എന്നാലും എന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു മാസ്റ്ററിനും മാസ്റ്ററിന്റെ കുടുംബത്തിനും. So, sir, you've been involved in this industry as a violinist for quite some time. In your professional opinion, what makes Devaraja Master different from his contemporaries or other musicians that you've seen? പ്രത്യേകതകളെന്ന് പറയാനായിട്ട് ഡിസിപ്ലിൻ, സ്ട്രിക്ട്നെസ്, ഡെഡിക്കേഷൻ, കമാൻഡ്, അങ്ങനെ പോകുന്നു. ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാർ പറയുകയുണ്ടായി,
Devaraja Master is the final word in Malayalam film industry. അത് കറക്റ്റാണ്, തികച്ചും ശരി തന്നെയാണ്. തനിക്ക് പറയാനുള്ളത് ആരായാലും ശരി, പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ, ഡിസ്ട്രിബ്യൂട്ടർ, ആക്ടർ, ആര് തന്നെയായാലും മുഖത്ത് നോക്കി തന്നെ തൻ്റെ അഭിപ്രായം പറയും. അതുപോലെ തന്നെ ധാരാളം മ്യൂസീഷ്യൻസിനെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ട വിധത്തിൽ ട്രെയിനിങ് കൊടുത്ത് അതൊരു തൊഴിലാക്കി മാറ്റി ജീവിതം തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. മറ്റു പല കമ്പോസേഴ്സും ഇത് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം ഓൾറെഡി ഉള്ള മ്യൂസീഷ്യൻസിനെ വെച്ചിട്ടാണ് അവർ റെക്കോർഡിംഗ് നടത്തുന്നത്. 1975 ജോൺസൺ, ഔസേപ്പച്ചൻ എന്നിവരെല്ലാം കേരളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് സംഗീതത്തിന്റെ ഒരു വലിയ ലോകത്തിലേക്കാണ് അവരെ കയറ്റിവിട്ടത്. അന്നത്തെ കാലത്ത് പലരും ഇതിനുമായിട്ട് വരാറില്ല, ശ്രമിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ മദ്രാസിലെ ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ് ഉള്ള മ്യൂസീഷ്യൻസ് ആണ്, ജയൻസ് ആണ്. അതും അല്ലാണ്ട് അവിടെ ചില പോളിറ്റിക്സും ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ ഈ ജയൻസ് ആയിട്ട് കമ്പീറ്റ് ചെയ്യണം, ഈ പോളിറ്റിക്സിൽ പിടിച്ചു നിൽക്കണം. അതുകൊണ്ടൊന്നും ആരും ശ്രമിക്കാറില്ല. ആ കാലഘട്ടത്തിലാണ് ജോൺസനെയും ഔസേപ്പച്ചനെയും മാസ്റ്റർ നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുന്നത്. വീട്ടിൽ നിന്നാണെങ്കിൽ അവർ വിടുകയില്ല. എന്താണെന്ന് വെച്ചാല് ഇതൊരു പ്രൊഫഷനായിട്ട് അംഗീകരിക്കാൻ അപ്പോ അവരുടെ പാരൻസിനെ മാസ്റ്റർ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട അഷുറൻസ് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഞാൻ പറഞ്ഞ പോലെ അതുല്യരായ 2 കമ്പോസേഴ്സിനെ കിട്ടി, ധാരാളം സോങ്സും കേരളത്തിന് കിട്ടി. അപ്പൊ ജോൺസൺ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുള്ളതാണ്, ദേവരാജൻ മാസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ടോ ഒരു അസിസ്റ്റന്റ് മാനേജറോ അല്ലെങ്കിൽ ഒരു മാനേജറായിട്ടോ റിട്ടയർ ചെയ്ത് ചെറിയ സംഗീത പരിപാടികളായിട്ട് നടന്നാലെന്ന്. അതേപോലെ തന്നെ ഞാനും ഒരു സാധാരണ വയലിനിസ്റ്റായി എനിക്ക് അർഹിക്കുന്നതിലും കൂടുതൽ സ്ഥാനമാണ് മാസ്റ്റർ വഴി എനിക്ക് വന്നു ചേർന്നത്. അതിനും പുറകെ വന്ന മലയാളികൾ മാസ്റ്ററുമായി നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാം ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്തത് റീ റെക്കോർഡിങ്ങിന്റെ ഒരു ഓർഡർ കൊണ്ടുവന്നത്, ആൽഫബറ്റിക് ഓർഡറിൽ കൊണ്ടുവന്നത് ദേവരാജൻ മാസ്റ്റർ ആണ്. അതിനു മുമ്പ് പിക്ചർ ഇട്ട് ആ സീൻസ് ഒരു കമ്പോസ് ചെയ്ത് പിന്നെ വേറൊരു സീന് കമ്പോസ് ചെയ്ത് അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് പോലെ ആയിരുന്നു. മാസ്റ്റർ അത് ഒരു ആൽഫബറ്റിക് ഓർഡറിൽ കൊണ്ടുവന്നു. ഉദാഹരണത്തിന് ഇപ്പൊ ആദ്യത്തെ സീൻ ഫ്ലൂട്ട്, രണ്ടാമത്തെ സീൻ ലെറ്റർ, ആദ്യത്തേത് ലെറ്റർ എ ഫ്ലൂട്ട്, ലെറ്റർ ബി സിത്താർ ആൻഡ് തബല, ലെറ്റർ സി വയലിൻസ്, letter D, bells. അങ്ങനെ പോകുന്നു. Okay, so for each instrument there was a letter. Okay. Letter, alphabetic letter. And if there is a silence, he will put one letter also. Silence in ഒരു letter. അല്ലെങ്കിൽ ആരെങ്കിലും ചാടി അവിടെ കയറി വായിക്കും അതിനു വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും തന്നെ വന്നു. പിന്നീട് അത് മറ്റ് കമ്പോസേഴ്സിലേക്കും പടർന്നു, മറ്റ് ലാംഗ്വേജിലേക്കും പടർന്നു. അങ്ങനെ ഇത് പല ഭാഷയിലേക്കും പടർന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബോംബെ, പൂനെ എന്നിടങ്ങൾ മാസ്റ്ററുടെ കച്ചേരിക്ക് മാസ്റ്റർ ഒരു ദിവസം മുൻപേ പോകും. അവിടെ പോയിട്ട് ആ ഹോട്ടൽ നല്ലതാണോന്ന് നോക്കും, അവിടുത്തെ ഭക്ഷണം നല്ലതാണെന്ന് നോക്കും, എങ്കിൽ മാത്രമേ അത് ഫിക്സ് ചെയ്യുള്ളൂ. ഇതെല്ലാം മ്യൂസീഷ്യൻസിന് വേണ്ടിയിട്ടാണ്.
ഇപ്പൊ നെക്സ്റ്റ് ഡേ മ്യൂസീഷ്യൻസ് സ്റ്റേഷനിൽ എത്തുന്നതിന് 1 മണിക്കൂർ മുൻപ് മാസ്റ്റർ പ്ലാറ്റ്ഫോമിലുണ്ടാവും. അത് കാലത്ത് 5 മണിക്കായാലും കൊള്ളാം, കാലത്ത് 6 മണിക്കായാലും. അവരെല്ലാം റിസീവ് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടുവന്ന് വിട്ടിട്ടേ മാസ്റ്റർ പോകും. അതേപോലെ തന്നെ ഗാനമേള കഴിഞ്ഞ് എല്ലാരെയും സ്റ്റേഷനിൽ വന്ന് ഓഫ് ചെയ്തിട്ട് മാസ്റ്റർ മടങ്ങും. കാരണം എൻ്റെ മ്യൂസീഷ്യൻസ് എല്ലാം ആണ് വരുന്നത്. അവരെല്ലാം വലിയ മ്യൂസീഷ്യൻസ് ആണ്. ഞാൻ സ്റ്റുഡിയോയില് സ്ട്രിക്റ്റ് ആയിരിക്കും, വഴക്ക് പറയും. അതെല്ലാം ഞങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ തൊഴിലിന്റെ ഭാഗമാണ്. പാട്ടുകളെല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് എൻ്റെ മ്യൂസീഷ്യൻസ് ആണ് ഏറ്റവും മേലെ നിൽക്കുന്നതെന്ന് മാസ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ലാംഗ്വേജിലും ഒരു മ്യൂസിക് കമ്പോസറും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Definitely. I don't think anyone I don't think anyone can go to the efforts that he did in terms of helping other people. And it's not because there was no requirement for him to help people. He didn't have to, but he did. That's the best part of it all. He didn't have to, but he did. And I think that shows in his music that humanity communicated into it as well. I think that's why his music is as everlasting and as timeless as it is to this day, right? Because I mean, of course, I think a person's character comes in their music a lot. So I mean, comes from the heart. It comes from the heart. It's a very, very genuine emotion that he puts. So yeah, wonderful. And then in terms of other. One more final thing, not final. അവിടുത്തെ ഓണം സ്പെഷ്യലാണ് ദേവരാജ മാസ്റ്ററുടെ വീട്ടില് ഓണം. അത് മ്യൂസീഷ്യൻസിനെല്ലാം, മദ്രാസിലെ മ്യൂസീഷ്യൻസിന് ഒരു മറക്കാനാവാത്ത അനുഭവമാണ്, ഒരു ഉത്സവമാണ് ഓണം. സ്പെഷ്യലി അവിടുത്തെ ഓണസദ്യ ഇപ്പോഴും മധുര സ്മരണയോടെയാണ് എല്ലാ മ്യൂസീഷ്യൻസും ഓർക്കുന്നത്. അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പാചകക്കാരൻ നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവരും. കേരളത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേറ്റം വരെയുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കും. ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ 364 ദിവസം കാണാത്ത ഒരു ദേവരാജ മാസ്റ്റർ ആയിരിക്കും അന്ന് എല്ലാ മ്യൂസീഷ്യൻസും. ആദ്യത്തെ മര്യാദയോടെയുള്ള ഒരു കാരണവും പുഞ്ചിരിച്ചുകൊണ്ട് വിളമ്പുന്നവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ചിലപ്പോൾ വിളമ്പിക്കൊടുക്കുന്നു. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നോ അറിയാതെ രുചിയോടെ മ്യൂസീഷ്യൻ സദ്യ ആസ്വദിക്കുന്നു. പോകുമ്പോഴേട്ടും കുറെ ചിപ്സ്, ശർക്കര വരട്ടി, ഇതിന്റെ പാക്കറ്റ്സ് എല്ലാം വീട്ടിലേക്ക് കൊടുത്തു വിടും. അങ്ങനെ എല്ലാവർക്കും ഒരു ഇരട്ടി മധുരം പോലെയാണ് ആ ഓണസദ്യ അനുഭവപ്പെടുന്നത്. അതിന്റെ ഹാങ് ഓവർ നെക്സ്റ്റ് ഇയർ വരെ ഉണ്ടാവും. ഇരട്ടി മധുരം എന്ന് പറഞ്ഞത് സദ്യയുടെ രുചി ഒന്ന്, രണ്ടാമത്തത് മാസിന്റെ ആ പെരുമാറ്റം, ചിരിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥതയോടെ സ്വീകരിക്കുന്ന ആ പെരുമാറ്റം. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന മാസിന്റെ റൂട്ട്സ് എല്ലാം കേരളത്തിൽ തന്നെയാണ്. മലയാളത്തിൽ മാത്രം പ്ലെയർ ജീവിക്കുന്ന ധാരാളം മ്യൂസീഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ഫെസ്റ്റിവലിൽ ഇവിടെയുള്ള എല്ലാ മ്യൂസീഷ്യൻസും അനുഭവിക്കണം. ഇതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ മറ്റൊരു ലാംഗ്വേജ് ഉണ്ട്, അവരുടെ തമിഴ്, തെലുങ്ക്, കന്നഡ. അവരുടെ ഫെസ്റ്റിവൽസ് ഉണ്ടെങ്കിലും ആരും തന്നെ ഒരു മ്യൂസീഷ്യൻസിനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സ്വീകരണമോ അല്ലെങ്കിൽ ഒരു സദ്യയോ കൊടുത്തതായിട്ട് എനിക്കറിയില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. No, I think when you said that Devaraja Mash was insistent that people understand what Kerala itself is about, and then the culture of Kerala. I think if I would add one thing, Mash, Devaraja Mash, and especially lyricists like Vailar sir, ONV sir, Bhaskara Mash, they loved Kerala. That's why that sneham came in their songs. If you hear Kuttanadam Punjaile, they don't like that. That beat itself, only a Malayali can form that beat. I really think so. A true Kerala loving Malayali, and that's what Devaraja Mash was. So yeah, wonderful. Yeah.
And then in terms of your interactions on a personal level with him, how did you go about that? എനിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹവും അംഗീകാരവും മറ്റു പലർക്കും കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് എന്നെ കണക്കാക്കിയിട്ടുള്ളത്. എന്റെ കല്യാണത്തിന് എറണാകുളത്ത് മഞ്ഞുമൽ എന്ന സ്ഥലത്ത് മാസ്റ്റർ വരികയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മ്യൂസീഷ്യൻസ് എല്ലാം അന്നത്തെ കാലത്ത് അത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയുണ്ടായി, ദേവരാജ മാസ്റ്റർ വന്നിരിക്കുന്നു കല്യാണത്തിന്. അതൊരു വലിയ സംഭവമായിരുന്നു. അതുപോലെ എന്റെ മക്കളെയും കൊണ്ട് ചെറുപ്പത്തില് മാസ്റ്ററുടെ വീട്ടിൽ ചെല്ലാൻ നേരത്ത് എന്റെ വൈഫ് പറയും, ദേവരാജ മാസ്റ്റർ. കുറച്ചു സമയം കേട്ടിരുന്നിട്ട് മാസ്റ്റർ പറഞ്ഞു, മാസ്റ്റർ അല്ല, അപ്പൂപ്പൻ എന്ന് വേണം വിളിക്കാനായിട്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എന്നെയും എന്റെ കുടുംബത്തെയും കൂടുതൽ അടുപ്പിക്കുന്നതായിട്ട് തോന്നി. അതേപോലെ തൃശ്ശൂരുള്ള ഒരു അഡ്വക്കേറ്റ് കൃഷ്ണനാരായണൻ, അദ്ദേഹം ഒരു അച്ഛനെ പോലെയാണ് മാസ്റ്ററെ കാണുന്നത്. മാസ്റ്ററെ തിരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ, മാസ്റ്ററുടെ മകൾ ഷർമിളയുടെ മകൻ ഡോക്ടർ ആദിത്, എന്റെ മകൻ, ഇവരുടെ എല്ലാം ജനനം ഏകദേശം ഒരേ സമയത്ത്. അവരുടെ കല്യാണവും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് നടന്നത്. അപ്പോ ഇവരുടെ എല്ലാം കൂടി മാസ്റ്റർ ഒരു ട്രയാങ്കുലർ ബന്ധം പോലെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. എല്ലാം കൊച്ചുമക്കളായിട്ടാണ് മാസ്റ്റർ കണക്കാക്കിയിരിക്കുന്നത്, കാണുന്നത്. That's great. Yeah. And then in terms of the qualities about Devaraja Master that impressed you the most, what are some of those qualities? What are some experiences that you've seen? We talk about the humanity of Master, right? Not only as a musician, but as a person, the care that he had for his colleagues and people who worked under him and for him. What are some qualities that impressed you the most? Mainly truth. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് മാസ്റ്ററിന്റെ എപ്പോഴുള്ള തീരുമാനം. സത്യത്തിന് എന്ത് വിലയും കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യുന്ന തൊഴിലായാലും കൊള്ളാം, ബന്ധപ്പെടുന്ന ആളുകളായാലും കൊള്ളാം, ചെയ്യുന്ന എന്തിനും ആ സത്യത്തിൽ കൂടി തന്നെ അവനവൻ തന്നെ അവനോട് സത്യസന്ധനായിരിക്കണം എന്നാണ് മാസ്റ്റർ പറയുന്നത്. അതിന്റെ പുറമെ കർക്കശക്കാരനാണ്, സ്ട്രിക്റ്റ് ആണ്, എല്ലാവരും ചെയ്ത പറയും എന്നൊക്കെ ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചില സമയത്ത് സ്നേഹമുണ്ട്. അത് പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും അത് പുറത്തു വരാറുണ്ട്. അതിന്റെ 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. മ്യൂസിക് കമ്പോസർ ബാബുക്ക മരിച്ചു. ആ സമയത്ത് ആ ഫാമിലിക്ക് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോ മാസ്റ്റർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് നല്ലൊരു തുക സംഘടിപ്പിച്ച് കുടുംബത്തെ ഏൽപ്പിക്കുകയുണ്ടായി, ബാബുക്കയുടെ കുടുംബത്തെ. അന്നത്തെ കാലത്ത് പേപ്പർ കൊണ്ട് വന്നൊരു ന്യൂസ് ആയിരുന്നു, ന്യൂസിന് വേണ്ടിയിട്ടല്ല. അതേപോലെ CEO ആൻഡോ ചേട്ടൻ ഇവിടുത്തെ ഇതെല്ലാം മതിയാക്കി നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ മാസ്റ്റർ നല്ലൊരു തുക സംഘടിപ്പിച്ച് കൊടുക്കുകയുണ്ടായി. അടുത്തത് ജോൺസന് നല്ല കാശ് കിട്ടിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്കും കൂട്ടുകാരുമായിട്ട് അത് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി മാസ്റ്റർ എന്ത് ചെയ്തു? പേയ്മെന്റ് കൊടുക്കാതെ കൺവെയൻസ് മാത്രം കൊടുക്കുക. അപ്പൊ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ഈ കൺവെയൻസ് മാത്രം മതി ഒരു മാസത്തെ ചെലവിനും എല്ലാത്തിനും, വീട്ടുവാടകയും എല്ലാം. ഈ പേയ്മെന്റും എല്ലാം മാസ്റ്റർ സ്വരൂപിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു അക്കൗണ്ട് തുടങ്ങി എന്നുള്ളതാണ്. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ഒരു മാസം എൻഡ് ആകുമ്പോഴത്തേക്കും ബാബുറാവിനെ വിളിച്ച് ഇത് വീട്ടിലേക്ക് പാരന്റ്സിന് അയച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തു. അത്ര പേഴ്സണൽ ലെവലിലേക്ക് ഒരു കമ്പോസർ ഇറങ്ങി ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ വയലിനിസ്റ്റ് പ്രഭാകർ ഇപ്പൊ ഇളയരാജയുടെ കണ്ടക്ടറും എല്ലാം ആയിട്ടുണ്ട്. അദ്ദേഹം മാസ്റ്ററിന്റെ കണ്ടക്ടറായിരുന്നു.
ഇളവന്നൂർ മഠത്തിലെ അത് പ്രഭാകർ കണ്ടക്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ 78 അദ്ദേഹം ആദ്യമായിട്ട് മലേഷ്യയിൽ പോയിരുന്നു. ഒറ്റ പൈസ കയ്യിലില്ല. മാസ്റ്റർ പോയി കണ്ടു. മാസ്റ്റർ, എനിക്ക് മലേഷ്യയിൽ പോകണം, അപ്പൊ അതുകൊണ്ട് കുറച്ച് ഫൈനാൻഷ്യലായിട്ട് പ്രശ്നമുണ്ട്. നിനക്ക് എന്തിനാണ്? എനിക്കൊരു ഇൻസ്ട്രുമെന്റ്സ് വാങ്ങണം, അല്ലെങ്കിൽ സ്ട്രിങ്സ്, അക്സസറീസ് എല്ലാം വാങ്ങണം. പോകുന്നതിന് മുമ്പ് വീട്ടിൽ വരാൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് അതൊരു വലിയ 3000 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ആവശ്യത്തിന് ഉപയോഗിച്ചു. ഇത് ഓരോ റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രഭാകർ ഒരു എമൗണ്ട് തിരിച്ചു കൊടുത്ത് ബാബു റാവിനെ ഏൽപ്പിച്ച് അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ വേറെ ആരും ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. Yeah, no, I think I agree with you in that aspect. Yeah. And if I'm not wrong, it's not as if he did this for publicity either. I think there should be a huge clarification. None of us knew about this stuff, at least outsiders like me. None of us knew about this stuff until maybe 1-2 years ago when other people started talking about it. This is all for a very, very genuine cause. And I mean, it just proves how honest and, a very pure human being that he was. Be honest to your craft and help those around them. And I don't think anyone exemplified that better than him. And then out of all of Devaraja Master's everlasting songs, I mean, all of them are everlasting songs, but what are some of your personal favorites? എല്ലാം തന്നെ എവർലാസ്റ്റിംഗ് സോങ്സ് ആണ്. ആസ് യു സെഡ്, ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഓരോ പാട്ട് കിട്ടുമ്പോഴും അതിൻ്റെ ഇൻവോൾവ്മെന്റ്, അതിൻ്റെ ബുദ്ധി, കവിതയുടെ മൂല്യം ഒട്ടും ചോർന്നു പോകാതെ കഥയുടെ പശ്ചാത്തലം മനസ്സിലാക്കി അതിൻ്റെ കാലഘട്ടം, കേരളത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്നു, ഏത് ഭൂപ്രകൃതി, അത് മലയാണോ, കുന്നാണോ, വയലാണോ, നദിയാണോ, ഇതൊക്കെ നോക്കി കഥയുടെ ഏത് ഭാഗത്ത് ഏത് ക്യാരക്ടർ പാടുന്നു, ഇതിനൊക്കെ നോക്കിയിട്ട് ഒരു ട്യൂൺ ഇടുകയുള്ളൂ. അതില് മതം ഏത്, ജാതി ഏത്, ഇങ്ങനെ പോകും. അപ്പൊ മാസ്റ്റർ പറയാനുണ്ട്, നല്ല കവിതയാണെങ്കിൽ ആ കവിതയിൽ തന്നെ ട്യൂൺ ഉണ്ട്. കമ്പോസറിന് അധികം പണിയില്ല, കവിതയിൽ നിന്ന് തന്നെ ട്യൂൺ എടുക്കും. ആ ഒരു ട്യൂൺ ഇട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മാസ്റ്റർ അത് മറക്കും. നെക്സ്റ്റ് ഡേ അന്ന് തന്നെ ഇത് മറന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ഓർക്കാൻ ശ്രമിക്കും. ഓർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ട് എനിക്കിത് ഓർക്കാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റുള്ളവരെങ്ങനെ ഓർക്കും? സാധാരണക്കാരായ മറ്റുള്ളവരിതെങ്ങനെ ഓർക്കും എന്നുള്ളതാണ് മാസ്റ്ററുടെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് ട്യൂണിടും. എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് 1000 പാദസരങ്ങൾ, രാജശില്പി, ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം, അടുത്തത് ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, പെരിയാറേ പെരിയാറേ പർവ്വത നിലയുടെ പനിനീര്. ഇതാണ് ഞാൻ പറഞ്ഞ, മാസ്റ്റർ കവിതയെ തന്നെ ട്യൂൺ എടുക്കുകയാണ്. അത് പെരിയാറേ, അതെ, പെരിയാറേ പർവ്വതയുടെ പനിനീര്, അല്ലാണ്ട് പർവ്വത നിരയുടെ അതല്ല, പർവ്വത നിരയുടെ ഹൈ നോട്ടിൽ വരെ ആ ദൈവത്വത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇഷ്ടപ്രാണേശ്വരി, നിന്റെ ഏടൻ തോട്ടം എനിക്ക് വേണ്ടി, ഏതാം സ്വർഗം എനിക്ക് വേണ്ടി.
ഇതൊരു പ്രിയതമാ പ്രിയതമാ അത് പ്രിയതമാ വിളിക്കാണ്. വിളിക്കുന്ന അതിനേറ്റം it's going in a higher octave, a higher, yeah. അല്ലാണ്ട് പ്രിയതമാ അങ്ങനെയൊന്നുമല്ല. It won't have the same effect, yeah. സാഗരം നീന്തി വരും. Actually, I found a clip of that song online. ദേവരാജ മാഷ് പാടുന്ന ഒരു ഷോർട്ട് ക്ലിപ്പ് ഉണ്ട്, ദേവരാജ മാഷ് പാടുന്നത്. അത് that was beautiful. I have to talk about it. That was wonderful. I think it was a very, very unique നാദബ്രഹ്മത്തിൻ. Yeah. അതുപോലെ പഞ്ചതന്ത്രം കഥയിലെ ആ പഞ്ചതന്ത്രം കഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ആ കഥയില് he's establishing that, in fact he's pinpointing that. ആ പാട്ടില് there's another part that I love, that song in that song. കൂട്ടുകാരറിഞ്ഞല്ലോ വീട്ടുകാരറിഞ്ഞല്ലോ, അറിഞ്ഞല്ലോ, he's establishing, he's mandating it. അത് ബുദ്ധിയുടെ അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അതെ. Then as usual ഹരിവരാസനം വിശ്വമോഹനം ഹരിവരിതനം ആരാധ്യ പാദുകം. Then ഫോക്കിലേക്ക് മേലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൻ വെരി സിമ്പിൾ ആയിട്ടൊരു. പിന്നെ വടക്കൻ വീരഗാഥയിലെ ഒരു ഘോഷയാത്ര തന്നെയാണ് വടക്കൻ വീരഗാഥ. എല്ലാ പാട്ടുകള്, വടക്കൻ പാട്ടുകള്, അതായത് മുത്തുമണി പളുങ്കുവെള്ളം അങ്ങനെ പോവുകയാണ് വടക്കൻ പാട്ടുകൾ. അതെ. പിന്നെ എന്നെ ചെറുപ്പകാലത്ത് സ്വാധീനിച്ചത് മാസിനെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്ത സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം. സ്വർഗത്തേക്കാൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ യവന സുന്ദരി ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവരാണ് പ്രേമ തപസിരുന്നവരാണു ഞാൻ. ഇതെന്റെ ചെറുപ്പകാലത്ത് ടീനേജില് മേ ബി എന്റെ റൊമാൻസിന്റെ ഭാവനയെ തൊട്ടു നിർത്തിയതാകാം. അതായത് എന്റെ പ്രിയസഖി ഏതോ ഒരു ഗ്രാമത്തിലാണ്, സ്വർഗത്തേക്കാൾ സ്വപ്നം വിട്ടൊരു ഗ്രാമം. അതേപോലെ തന്നെ ഈ യവന സുന്ദരി. പിന്നെ കൈതപ്പുഴ കായലിലെ കാറ്റിന്റെ കൈകളിലെ കളിച്ചിരി മാറാത്ത കണ്ണിയോളമേ കാണാ കൂടം നിറയെ കക്കയോ കവിതയോ കർത്തവന്നോ വിട്ടുപോകുന്ന he leaves it. അതുപോലെ തന്നെ പാമരം പണങ്ക കൊണ്ട് same movie, right? ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ത്രിവേണിയുടെ ഷൂട്ടിങ് എന്റെ ഗ്രാമത്തിലായിരുന്നു. Okay. 3 നദികളും ചേരുന്ന ഒരു സ്ഥലം ഉണ്ടായത്, അതായത് വരാപ്പുഴ, ചേരാനെല്ലൂർ, ഏലൂർ, ഈ 3 സ്ഥലത്തും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ത്രിവേണി തന്നെയാണ്. അവിടെയാണ് ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പൊ എന്റെ ടീനേജില് ഞങ്ങൾ അവിടെ പോയിരുന്നത് കാണും. പല സീൻസ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇതിന്റെ സംഗീത ശില്പിയുടെ കൂടെ ഞാൻ വയലിൻ വായിക്കുക, അസിസ്റ്റന്റ് ആവും, കണ്ടക്ടർ ആവും എന്നല്ല. അതാണ് ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ വേറൊരു കാരണവും കൂടിയുണ്ട്. ഈ സ്വർഗത്തേക്കാൾ സുന്ദരമാണ്, അതുപോലെ തന്നെ പാമരം പളമ്പുമുണ്ട്. ഇത് രണ്ടിന്റെ പാട്ടിന്റെ
ഞാൻ സ്കൂളിൽ ആദ്യമായിട്ട് വായിച്ച ഗാനമേളയ്ക്ക് ഈ പാട്ടിനെ അക്കമ്പനി ചെയ്തുകൊണ്ടാണ് എൻ്റെ തുടക്കം. സംഗീതത്തില്. ഓക്കെ. സംഗീതത്തിൽ. അതുകൊണ്ട് ഈ രണ്ട് പാട്ടും ക്ലോസ് ടു മൈ ഹാർട്ട്. Yeah, I'm sure they're very dear to your heart, especially for that reason. Yeah. Yes. Yeah. And then, is there anything else you would like to add about Devaraja Master? If anything else about his life, about your just general experiences with him, your later experiences with him, in the twilight of his life, anything? Yes. അതായത് മലയാളം ഇനി സിനിമയ്ക്ക് സംഗീതം ചെയ്യുന്നില്ല എന്ന് മാസ്റ്റർ ഒരു പോയിന്റിൽ തീരുമാനമെടുത്തു. അതിനുശേഷം മാസ്റ്റർ ട്രിവാൻഡ്രത്തേക്ക് താമസം മാറ്റി. ഈ സമയത്താണ് ഒരു ചരിത്ര സംഭവമായ മലയാള സിനിമ ഗാനങ്ങളുടെ 50ാമത്തെ വർഷത്തിന്റെ ഒരു ജൂബിലി കൊണ്ടാടിയത്. അതൊരു വലിയ വൻ വിജയമായിരുന്നു. 120 പാട്ട് 3 ദിവസം കൊണ്ടാണ് തീർത്തത്. അത് മലയാള സിനിമയുടെ ആദ്യകാല പാട്ടുകളും മുതൽ 1960 വരെയുള്ള പാട്ടുകൾ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ 60 മുതൽ 1980 വരെ ഉള്ള പാട്ടുകൾ, മൂന്നാമത്തെ ദിവസം 80 മുതൽ 95 വരെയുള്ളത്. അങ്ങനെ അന്നത്തെ കാലത്തെ ജാനമ്മ ഡേവിഡ്, കമൂറ പുരുഷോത്തമൻ, അവര് മുതലുള്ളവർക്ക് ഞങ്ങൾക്കെല്ലാം കാണാനും പ്ലേ ചെയ്യാനും എല്ലാം സാധിച്ചൊരു വലിയ ഭാഗ്യമായിരുന്നു. ഇത്രയും പേരെ കോർത്തിണക്കുക ഉള്ളി ദേവരാജൻ മാസ്റ്റർ. ഒറ്റ കഠിനാധ്വാനവും ഹാർഡ് വർക്ക്, പ്ലാനിങ്, ഒരു സ്ഥലത്തൊരു മിസ്റ്റേക്ക് വരാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയി. ഇത് ബോംബെയിൽ നിന്ന് നൗഷാദായിരുന്നു ചീഫ് ഗസ്റ്റ്. നൗഷാദ് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല. ബോംബെ ഇൻഡസ്ട്രി വളരെ വലുതാണ്, എന്നാലും ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കിത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല എന്ന് 2 കൈയും കൂപ്പിക്കൊണ്ടാണ് ദേവരാജൻ ജി എന്ന് പറയുന്നത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് സൗത്ത് ഇന്ത്യയിലെ ഒരു മ്യൂസിക് കമ്പോസറും ഇത് ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് ട്രിവാൻഡ്രത്തേക്ക് താമസം മാറ്റി. അതിനുശേഷം മാസ്റ്റർ വിചാരിച്ചു സിനിമ സംഗീതം മാത്രമല്ല സംഗീതം, അതിനപ്പുറത്തേക്കും ഉണ്ടെന്ന് തോന്നി. അങ്ങനെ പല റിസർച്ചുകൾ ചെയ്തു, പല ബുക്സ് എഴുതി. ഈ സമയത്താണ് മാസ്റ്ററിന്റെ ഏറ്റവും ക്ലാസിക്കൽ പീസായ ഷട്കാല പല്ലവി രൂപപ്പെടുന്നത്. The 6 tempo ragam tanam pallavi. Yes. അത് ഒരു വലിയൊരു സംഭവമായിരുന്നു. പാടിയത് കൃഷ്ണകുമാ. അതെ, എന്റെ ഗുരു ട്രിവാൻഡ്രം കൃഷ്ണകുമാർ സർ. തിരുവനന്തപുരം കൃഷ്ണകുമാർ ആയിരുന്നു അത് പാടിയത്. അപ്പോ തിരുവനന്തപുരത്തുള്ള നല്ല ടാലന്റുള്ള കുട്ടികളെല്ലാം വിളിച്ചു വരുത്തി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഒരു നല്ലൊരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കി. സെക്കൻഡ് പാർട്ട് അത് ലേറ്റാ. അതിന് മുമ്പ് സെക്കൻഡ് പാർട്ട് കമ്പോസ് ചെയ്തു, അവരെ കൊണ്ട് പാടിപ്പിച്ചു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടുഗദർ. ദെൻ തേർഡ് പാർട്ട് കമ്പോസ് ചെയ്തു, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ആ കോർഡിനേഷൻ വരാൻ വേണ്ടിയിട്ട്. ദെൻ പിന്നെ ഫോർത്തും ചെയ്തു. അങ്ങനെ ഒരു കൊയർ രൂപത്തിലാക്കി. ഇതുപോലെ ധാരാളം പാട്ടുകൾ ചെയ്തു അവരെ കൊണ്ട് പല പെർഫോമൻസും നടത്തി. ഈ കൂട്ടത്തിൽ മുന്നിൽ വന്നിട്ടുള്ളവരാണ് ഇന്നത്തെ പ്രശസ്തരായ എം ജയചന്ദ്രൻ, സുദീപ് കുമാർ, വിജേഷ് ഗോപാൽ, വിധു പ്രതാപ്, ഡോക്ടർ രശ്മി, ഇങ്ങനെ പോകുന്നു ആ ഗ്രൂപ്പ്. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം, പലതും ചെയ്യാനുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടത്. ഇപ്പോഴും കൊല്ലത്ത് ശക്തിഗാഥ അവർ വളരെ സീരിയസ് ആയിട്ട് ഇത് നോക്കിക്കാണുകയും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും മാസ്റ്ററിന്റെ ബർത്ത്ഡേ, ഡെത്ത് ആനിവേഴ്സറിക്കെല്ലാം അവര് പെർഫോം ചെയ്ത് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകും, ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട്.
Marsh. I've always had this thought, but I think Devaraja Marsh is he had his life was for music. He lived സംഗീതത്തിനാണ് ശരിക്കും ജീവിച്ചത്. His I mean his whole 100% honesty to a craft, not just in music. I think in any profession, that is very impossible to see. That is the level of dedication, the level of effort, the level of nuance that he put into a composition. I think it speaks for itself, because even 15 years away after his 16 years after his passing, we are still speaking about him today, and the genius that he was, and the genius that he continues to communicate through his compositions. So I think I just want to say thank you so much, sir, for allowing me to conduct this interview with you. Thank you so much. I should thank you, because Devaraja മാസ്റ്ററുടെ ഹാർട്ടിലേക്ക് കയറാനെല്ലാം എനിക്ക് പറ്റി. സാധാരണ വയലിനിസ്റ്റായ എനിക്ക്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. Thank you very much for allowing me to conduct this. Yeah. Thank you so much. Thank you. All the best. Thank you so much, sir. Thank you.